അതിനുള്ളിൽ തന്നെ അമ്മ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. നന്ദി സൂചകമായി ഈ ദേശത്ത് ഒരു സ്തോത്ര പ്രാർത്ഥന നടത്തിയേക്കാം. ഈ ദേശത്തോട് സുവിശേഷം അറിയിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് തന്നെ വലിയ കാര്യം. അല്ലെങ്കിൽ ദേശത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നോ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിൽ അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞു പോകും. എന്നാൽ നിത്യജീവന്റെ കാര്യം ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ, ആർക്കെങ്കിലും നിത്യജീവനെ ലഭിക്കുവാൻ കഴിഞ്ഞാൽ, പ്രാപിക്കുവാൻ കഴിഞ്ഞാൽ അതിൽ പരം കാര്യം വലുതൊന്നുമില്ല. പ്രിയ പിതാവിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഓപ്പറേഷന് ശേഷം ഞങ്ങൾക്ക് ദൈവം തിരികെ തന്നു. അനേകം പേര് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ പിതാവിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ദൈവം ഇത്രയും സൗഖ്യമായി നമുക്ക് തരുവാനുണ്ട്. അല്ലെങ്കിൽ പിതാവിനോട് സംസാരിക്കുമ്പോൾ 6 വയസ്സ് മുതൽ കൂലിവേലയ്ക്ക് ഇറങ്ങിയ ഒരു പിതാവ്. ആലോചിച്ച് നോക്കിയോ, 6 വയസ്സായ ഒരു കുഞ്ഞ്. പലപ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ കഥകൾ പറയും. ഇവിടുന്ന് തിരുവനന്തപുരം വരെ ആളവണ്ടി തള്ളിയിട്ട് അവിടെ പാപ്പനംകോട് എത്തുമ്പോൾ ആൾക്കാരെല്ലാം ദോശ കഴിക്കാൻ പോകും. അപ്പൊ ഇദ്ദേഹം കഴിക്കാതെ മാറി ഇരുന്നിട്ട് ഒരു ദിവസത്തെ കൂലി എത്ര, 2 രൂപയാണ്. അതിൽ 2 രൂപയിൽ മെച്ചം വെച്ചിട്ട് അമ്മയ്ക്കും സഹോദരങ്ങൾക്കും കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുവാൻ, എനിക്കത് കേട്ടിട്ട് മറക്കുവാൻ കഴിയുന്നു. അങ്ങനെ ആ പിതാവ് ഈ കുടുംബത്തെ ഇത്രത്തോളം പോറ്റി, സഹോദരങ്ങളെ പോറ്റി വളർത്തി ഞങ്ങൾക്കും ഇന്ന് പിതാവായി, ദൈവരാജ്യത്തിന് ഉപയോഗമുള്ള ഒരു പിതാവായി എല്ലാം ഇരിക്കുന്നു. ആ പിതാവ് ഒരു ഓപ്പറേഷൻ മുഖാന്തരമാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത്. കടന്നു വന്ന് എല്ലാം സഹകരിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കാര്യം അറിയിച്ചപ്പോൾ തന്നെ ദൈവസഭ അകമഴിഞ്ഞ് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ദൈവദാസനും സഭ കമ്മിറ്റിയും കൊയറും എല്ലാം വളരെ സഹകരിച്ചു. ഇത്രത്തോളം ഭംഗിയായി എല്ലാം ചെയ്ത ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. സഭയോടുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ്. എല്ലാ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും നടത്തി തന്ന ഓഡിറ്റോറിയം ഭാരവാഹികളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ഇരിക്കും. ദൈവം സഹായിക്കും.